ഹലോ ഗൈസ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ട്രെയിനിൽ യാത്ര ചെയ്തു. അന്നേരം കണ്ട ഒരു പാവപ്പെട്ട ചേട്ടനെ പറ്റിയിട്ട്, ഒരു വയ്യാത്ത ചേട്ടനെ പറ്റിയിട്ട് കഥ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഞാനും അമ്മയും കൂടാണ് ട്രെയിനിൽ യാത്ര ചെയ്തത്. അപ്പം ഞങ്ങൾ ഒരു പുകയിലിരുന്നപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ള സ്ത്രീകൾ, ബാക്കി ആണുങ്ങളാണ്. അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കണ്ണോടിച്ച് നോക്കിയപ്പോഴത്തേക്കും ആ ചേട്ടൻ്റെ ഫോൺ ഇരിക്കുന്നതാണ്. ഫോണിൽ പുള്ളി വീടില്ലാത്തതുകൊണ്ടായിരിക്കും, പാവപ്പെട്ട ചേട്ടനായതുകൊണ്ടായിരിക്കും, വീടും ഇല്ലാത്തതുകൊണ്ടായിരിക്കും ആ ചേട്ടൻ ട്രെയിനിൽ വന്നിരുന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നതെന്ന് തോന്നി. അന്നേരം ഞാനിങ്ങനെ എനിക്കൊരു മിസ്റ്റേക്ക് അടിച്ചിട്ട് ഞാനിങ്ങനെ റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു, സെറ്റായിട്ട് ഞാൻ നിൽക്കുമായിരുന്നു. എന്നോടോ എൻ്റെ അമ്മയോടോ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഇപ്പോൾ കൊടുക്കാം മറുപടി എന്നും പറഞ്ഞിട്ട് സെറ്റായിട്ട് എല്ലാം റെഡി ആയിട്ട് ഇങ്ങനെ മൈൻഡൊക്കെ സെറ്റ് ചെയ്ത് നിന്നപ്പോഴാണ് എനിക്ക് ആ കാര്യം മനസ്സിലായത്. ആ ചേട്ടൻ എന്നെയല്ല കാണിച്ചുകൊണ്ടിരുന്നത്, ബാക്കിയിരുന്ന് കുറച്ച് ആമ്പിള്ളാരുണ്ടായിരുന്നു, അവരെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ചേട്ടൻ ആ വീഡിയോ ഇരുന്ന് കണ്ടുകൊണ്ടിരുന്നത്, മനസ്സിലായി. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ നാട്ടിൽ ആമ്പിള്ളേർ എങ്ങനെ ജീവിക്കും ഗൈസ്? നിങ്ങൾ തന്നെ പറ. ഈ ആമ്പിള്ളേർ നമ്മൾ എങ്ങനെ വിശ്വസിച്ച് പുറത്തേക്ക് വിടും ഇങ്ങനത്തെ ആളുകളുള്ളപ്പോൾ? അപ്പം ആ എന്നാ ഇതൊക്കെയുള്ളൂ. അതുകൊണ്ട് ആമ്പിള്ളേരൊക്കെ സൂക്ഷിക്കാനും ഒരു ബൈ.